എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. എൻ്റെ പേര് നിവിൻ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോൻ്റെ കണ്ടന്റ് എന്ന് പറയുന്നത് നിങ്ങൾ തംബ്നെയിലിൽ കണ്ടതുപോലെ DJI മൈക്ക് മിനിൻ്റെ ഒരു റിവ്യൂ ആൻഡ് അൺബോക്സിംഗ് ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിന് പുറമെ നമ്മുടെ ബിഗിനർ ആയിട്ടുള്ള കണ്ടന്റ് ക്രിയേറ്റേഴ്സിനും പിന്നെ അത്യാവശ്യം പ്രോ ലെവലിലുള്ള കണ്ടന്റ് ക്രിയേറ്റേഴ്സിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന വളരെ ഒരു നല്ല അടിപൊളി ഒരു പോക്കറ്റ് ആയിട്ടുള്ള ഒരു മിനി വയർലെസ് മൈക്രോഫോണാണ് നമ്മുടെ DJI മൈക്ക് മിനി എന്ന് പറയുന്നത്. സോ ടോട്ടൽ 3 വേരിയൻറ്റ് നമുക്ക് ഈ മൈക്രോഫോണിൽ അവൈലബിൾ ആണ്. ഒന്ന് ട്രാൻസ്മിറ്റർ മാത്രം വരുന്ന വേരിയൻ്റ് ഉണ്ട്, ഒരു ട്രാൻസ്മിറ്ററും ഒരു റിസീവറും വരുന്ന വേരിയൻ്റ് ഉണ്ട്, പിന്നെ അതുപോലെ നമുക്ക് 2 ട്രാൻസ്മിറ്ററും ഒരു റിസീവറും ഇൻക്ലൂഡിങ് ഒരു ചാർജിങ് കേസ് അടക്കം വരുന്ന വേരിയൻ്റ് ഉണ്ട്. 3 റേറ്റ് ആണ്. നമുക്ക് യൂസ്ഫുൾ ആയിട്ട് വരുന്നത് ഒരു ട്രാൻസ്മിറ്ററും ഒരു റിസീവറുള്ള വേരിയൻ്റ് ആണ്. അത് ഏകദേശം ഒരു 8500 രൂപയ്ക്ക് എടുത്ത് വരും. പിന്നീട് കുറച്ചും കൂടെ സ്പെൻഡ് ചെയ്ത് എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചാർജിങ് കേസ് ഇൻക്ലൂഡ് ആയിട്ടുള്ള വേരിയൻ്റ് എടുക്കാം. അതിന് 16500 രൂപയാണ് വരുന്നത്. സോ നമുക്ക് ഇതുപോലൊരു ബോക്സിലാണ് നമ്മുടെ DJI മൈക്ക് മിനി പാക്ക് ചെയ്ത് വരുന്നത്. സോ നമുക്ക് ഈ ബോക്സിനുള്ളിൽ എന്തൊക്കെ ആക്സസറീസ് ഇൻക്ലൂഡ് ആയി വരുന്നുണ്ട് നമുക്ക് നോക്കാം. സോ ഇതൊക്കെയാണ് നമ്മുടെ ബോക്സിൽ വരുന്ന ആക്സസറീസ് എന്ന് പറയുന്നത്. നമ്മുടെ ട്രാൻസ്മിറ്റർ റീചാർജ് ചെയ്യാനുള്ള ഒരു ചാർജിങ് ഡോക്ക് വരുന്നുണ്ട്, പിന്നെ അതുപോലെ ഒരു റിസീവർ വരുന്നുണ്ട്, പിന്നെ അതുപോലെ നമ്മുടെ ഫോണിൽ കണക്ട് ചെയ്യാനുള്ള ഒരു USB ടൈപ്പ് അഡാപ്റ്റർ വരുന്നുണ്ട്, പിന്നെ അതുപോലെ ഒരു ട്രാൻസ്മിറ്റർ, പിന്നെ അതുപോലെ 2 വിൻ സ്ക്രീൻസ് നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ നമ്മുടെ DSLR ക്യാമറയിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു 3.5mm ജാക്ക്, അതായത് TRS കേബിൾ എന്നാണ് പറയുക. അപ്പോൾ ഈ കേബിൾ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഡയറക്റ്റ് DSLR ക്യാമറയിൽ കണക്ട് ചെയ്തിട്ട് നമുക്ക് വോയിസ് റെക്കോർഡ് ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ നമുക്കിനകത്ത് ഒരു സ്പ്ലിറ്റ് ചാർജിങ് കേബിൾ നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് നമുക്ക് ചാർജിങ് കേസ് വരാത്തത് കൊണ്ട് നമുക്ക് ഈ കേബിൾ യൂസ് ചെയ്തിട്ട് നമുക്ക് ചാർജ് ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അറ്റ് എ സെയിം ടൈം നമുക്ക് ഈ ഒറ്റ കേബിൾ യൂസ് ചെയ്തിട്ട് നമ്മുടെ ട്രാൻസ്മിറ്ററും അതുപോലെ റിസീവറും നമുക്ക് റീചാർജ് ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ നമ്മുടെ ട്രാൻസ്മിറ്റർ നമുക്ക് റീചാർജ് ചെയ്യാനായിട്ട് ചാർജിങ് ഡോക്ക് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് നമുക്ക് ഇത് കണക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. പിന്നെ അതുപോലെ ഇത് മാഗ്നറ്റിക് ആയതുകൊണ്ട് ജസ്റ്റ് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഈ ഒരു രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ബോക്സിൽ വരുന്ന നമ്മുടെ ആക്സസറീസ് എന്ന് പറയുന്നത്. സോ പിന്നെ നമുക്ക് നമ്മുടെ ഫോണിലേക്ക് നമ്മുടെ റിസീവർ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കണക്ട് ചെയ്യാൻ തൊട്ട് മുന്നായിട്ട് നമുക്ക് നമ്മുടെ റിസീവറിൽ ഇവിടെ ചെറിയൊരു ക്ലോസിങ് ഏരിയ കാണാൻ പറ്റും. നമ്മൾ പുറത്തേക്ക് വലിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് ഓപ്പണായി കിട്ടും. അതിനുശേഷം നമ്മുടെ ഈ അഡാപ്റ്റർ എടുത്തിട്ട് നിങ്ങൾക്ക് ഇവിടെ ഒരു ആരോ മാർക്ക് കാണാൻ പറ്റും. ഓക്കെ, ഈ ആരോ മാർക്ക് നമ്മുടെ റിസീവറിൽ ഒരു ആരോ മാർക്ക് ഉണ്ട്, അതുപോലെ നമ്മുടെ അഡാപ്റ്ററിൽ ഒരു ആരോ മാർക്ക് ഉണ്ട്. ഇത് രണ്ടും ക്രോസ് കണക്ട് ചെയ്തിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഈസിലി നമ്മുടെ USB അതായത് അഡാപ്റ്റർ നമ്മുടെ റിസീവറിൽ കണക്ട് ചെയ്യാൻ പറ്റും. ഇത് പിന്നെ നമുക്ക് ഡയറക്റ്റ് നമ്മുടെ ഫോണിലേക്ക് നമ്മൾ കണക്ട് ചെയ്താൽ മതി. പിന്നെ അതുപോലെ തന്നെ നമുക്കിനകത്ത് 2 വിൻ സ്ക്രീൻസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഒരു ബ്ലാക്കും പിന്നെ ഒരു സോൾട്ട് ആൻഡ് പേപ്പർ ലുക്കുള്ളൊരു വിൻ സ്ക്രീനുണ്ട്. നമ്മൾ ഔട്ട്ഡോറൊക്കെ പോയി നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് വിൻഡിൻ്റെ ഒക്കെ നോയ്സ് ഒരുപാട് ഉണ്ടെങ്കിൽ നമുക്കത് കട്ട് ചെയ്യാനായിട്ട് നമുക്ക് ഈ വിൻ സ്ക്രീൻസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ വളരെ ഈസി ആയിട്ട് നമുക്കിനകത്തേക്ക് ഇത് കണക്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഭയങ്കര ക്വാളിറ്റിയിലാണ് ഇവരിത് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇത് ഇളകി പോകുന്നുള്ള പേടി വേണ്ട. അതായത് നമ്മുടെ ബാക്ക് സൈഡിൽ ചെറിയൊരു ഗ്രൂവ് ഉണ്ട്, കട്ടിങ് ഉണ്ട്. നമ്മളിതിലേക്ക് ഇറക്കി വെച്ച് കഴിഞ്ഞാൽ ഓക്കെ, ഇതിപ്പോൾ ഇതിനകത്തേക്ക് ഇത് കറക്റ്റായിട്ട് ലോക്കായി വീണിട്ടുണ്ട്, നല്ല ടൈറ്റ് തന്നെ ലോക്കായിട്ട് വീണിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഔട്ട്ഡോറൊക്കെ പോയിട്ട് വീഡിയോസൊക്കെ നമ്മൾ വ്ളോഗ് ചെയ്യുന്ന ആളാണെങ്കിൽ വീഡിയോ നമ്മൾ ഷൂട്ട് ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വിൻ സ്ക്രീൻ യൂസ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ഓഡിയോസ് നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. സോ അറിയാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ്. നമ്മുടെ DJI എന്ന് പറയുന്നത് ഒരു ചൈനീസ് ബേസ്ഡ് ആയിട്ടുള്ള ടെക്നോളജി കമ്പനിയാണ്. അവർ കൂടുതലായിട്ടും ക്യാമറ സിസ്റ്റംസ് പിന്നെ അതുപോലെ ഡ്രോൺസ്, ഗിംബിൾസ് ഒക്കെ മാനുഫാക്ചർ ചെയ്യുന്ന ഒരു ചൈനീസ് ബേസ്ഡ് കമ്പനിയാണ് നമ്മുടെ DJI എന്ന് പറയുന്നത്. സോ അടുത്തായിട്ട് നമുക്ക് ഈ ഒരു മൈക്രോഫോണിൽ എന്തൊക്കെ ഫീച്ചേഴ്സ് വരുന്നുണ്ട് നമുക്ക് നോക്കാം. ഏറ്റവും മെയിനായിട്ട് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഹൈ ക്വാളിറ്റിയിൽ വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള ഓഡിയോ ട്രാൻസ്മിഷൻ നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും മികച്ചൊരു ഫീച്ചർ എന്ന് പറയുന്നത്. അതിന് പുറമെ വളരെ 10 ഗ്രാം മാത്രമേ ഇതിന് വെയിറ്റ് വരുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ ഷർട്ടിലോ അല്ലെങ്കിൽ നമ്മുടെ ക്യാപ്പിലോ അല്ലെങ്കിൽ കോളറിലോ ഒക്കെ നമ്മൾ ഇത് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും തൂങ്ങിക്കിടക്കില്ല. മറ്റുള്ള മൈക്കിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ വെയിറ്റ് കാരണം തൂങ്ങിക്കിടക്കും. അത് നമ്മൾ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ഓവറോൾ നമ്മുടെ ഒരു ലുക്ക് എപ്പോഴും റൂയിൻ ചെയ്യും. അപ്പോൾ ആ ഒരു ഇഷ്യൂ നമുക്ക് ഈ ഒരു മൈക്കിൽ വരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു ഫീച്ചർ എന്ന് പറയുന്നത്. സോ ഇതിൽ രണ്ടാമതായി എടുത്തു പറയേണ്ട ഒരു മെയിൻ ഫീച്ചർ എന്ന് പറയുന്നത് 2 തരത്തിലുള്ള നോയ്സ് ക്യാൻസലേഷൻ നമുക്ക് ഈ മൈക്കിൽ അവൈലബിൾ ആണ്. ഒന്ന് വളരെ ബേസിക് ആയിട്ടുള്ള നോയ്സ് ക്യാൻസലേഷനും പിന്നെ അതുപോലെ ഒന്ന് സ്ട്രോങ് ആയിട്ടുള്ളൊരു നോയ്സ് ക്യാൻസലേഷനും. നമ്മൾ ക്ലോസ്ഡ് ആയിട്ടുള്ള റൂമിലാണ് നമ്മൾ ഇരിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ വോയിസ് റെക്കോർഡ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആ റൂമിൽ ചിലപ്പോൾ AC യോ ഫാനോ വർക്ക് ചെയ്യും. അപ്പോൾ അതിൻ്റെ ശബ്ദം നമ്മൾക്ക് നന്നായി റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമുക്ക് ബേസിക് ആയിട്ടുള്ള നോയ്സ് ക്യാൻസലേഷൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. അതിന് പുറമെ പിന്നീട് വരുന്ന സ്ട്രോങ് ആയിട്ടുള്ള നോയ്സ് ക്യാൻസലേഷനാണ്. നമ്മൾ ചിലപ്പോൾ ഔട്ട്ഡോർ നമ്മൾ വ്ളോഗിങ് ചെയ്യുന്ന ആളുകളുണ്ടാവും അല്ലെങ്കിൽ വീഡിയോസ് എടുക്കുന്ന ആളുകളുണ്ടാവും. അപ്പോൾ ആ സമയത്ത് നമ്മുടെ വോയിസ് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് നോയ്സസ് വരും, പീപ്പിളിൻ്റെത് പിന്നെ അതുപോലെ വണ്ടികളുടെതൊക്കെ. അപ്പോൾ അതൊക്കെ നന്നായി റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സ്ട്രോങ് ആയിട്ടുള്ള നോയ്സ് ക്യാൻസലേഷൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും.
സോ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ രണ്ട് തരത്തിലുള്ള നോയിസ് ക്യാൻസലേഷൻ നമുക്ക് ഈ മൈക്കിൽ വരുന്നുണ്ട്. ഒന്ന് ബേസിക് ആയിട്ടുള്ളതും ഒന്ന് സ്ട്രോങ് ആയിട്ടുള്ളതും. ഇപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ നോയിസ് ക്യാൻസലേഷൻ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഓൾറെഡി നമ്മുടെ റൂമിൽ AC വർക്കിംഗ് ആണ്. അപ്പോൾ അതിൻ്റെ ഒരു നോയിസ് നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. കുറച്ചൊരു സൈലൻ്റ് ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. സോ ഇപ്പോൾ നോയിസ് ക്യാൻസലേഷൻ ഓൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും ACൻ്റെ നോയിസ് എത്രത്തോളം കട്ട് ചെയ്തിട്ട് എൻ്റെ വോയിസ് കുറച്ചും കൂടെ ഫോക്കസ് ചെയ്തിട്ട് റെക്കോർഡിങ് ചെയ്യുന്നതിൻ്റെ ഒരു ഐഡിയ നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. ഓക്കെ. സോ അടുത്തതായിട്ട് ഇതിനകത്ത് എടുത്തു പറയേണ്ട ഒരു ഫീച്ചർ എന്ന് പറയുന്നത്, ഇതിനകത്ത് ഓട്ടോമാറ്റിക് ലിമിറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ഫീച്ചർ നമുക്ക് ഇതിനകത്ത് അവൈലബിൾ ആണ്. അതായത് നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ മൈക്ക് ഉദാഹരണത്തിന് ഞാനിപ്പോൾ ഏകദേശം ഈ ഒരു ഡിസ്റ്റൻസിൽ പിടിച്ചാൽ സംസാരിക്കുന്നത്. അപ്പോൾ നമ്മൾ മൈക്ക് അടുത്തുകൊണ്ട് കൊണ്ടുവരുന്ന സമയത്ത് ഭയങ്കര നോയ്സൊക്കെ ആയിട്ടൊരു നമുക്കൊരു അരോചകമാവുന്ന രീതിയിൽ നമ്മുടെ വോയിസ് നമ്മുടെ റെക്കോർഡാവും. അപ്പോൾ ആ ഒരു പ്രശ്നത്തിനകത്ത് ഉണ്ടാവില്ല. കാരണം വെച്ചാൽ ഇതിനകത്ത് ഓട്ടോമാറ്റിക് ലിമിറ്റിംഗ് എന്ന് പറഞ്ഞൊരു ഫീച്ചർ എനേബിൾ ആയിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്ക് വളരെ റിലയബിൾ ആയിട്ടുള്ള ഓഡിയോസ് നമുക്കിതിനകത്ത് റെക്കോർഡ് ചെയ്യാൻ പറ്റും. സോ അതുപോലെ തന്നെ എടുത്തു പറയേണ്ട വേറൊരു ഫീച്ചർ എന്ന് പറയുന്നത് ഇതിൻ്റെ ബാറ്ററി കപ്പാസിറ്റിയാണ്. നിങ്ങൾ ചാർജിങ് കേസുള്ള വേരിയൻ്റാണ് എടുത്തതെങ്കിൽ നിങ്ങൾക്ക് ടോട്ടൽ 48 മണിക്കൂറാണ് ഇതിൻ്റെ ചാർജിങ് ബാക്കപ്പ് കിട്ടുന്നത്. അതുപോലെ നമ്മളെടുത്ത വേരിയൻ്റ് എന്ന് പറയുന്നത് ഒരു റിസീവറും ഒരു ട്രാൻസ്മിറ്ററും വരുന്ന വേരിയൻ്റാണ്. ഇതിൻ്റെ കേസസിൽ വരുന്ന സമയത്ത് ടോട്ടൽ 10 to 11 മണിക്കൂർ വരെയാണ് നമ്മുടെ ചാർജിങ് ബാക്കപ്പ് കിട്ടുന്നത്. പിന്നെ അതുപോലെ ഇതിനകത്ത് വേറെ ചെറിയ ഫീച്ചറും കൂടെ അവൈലബിൾ ആണ്. നമ്മളൊരു 5 മിനിറ്റ് റീചാർജ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 1 അവർ വരെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വിക്ക് ചാർജ് സിസ്റ്റം അല്ലെങ്കിൽ ക്വിക്ക് ചാർജ് ഫീച്ചറും കൂടെ നമുക്ക് ഈ ഒരു മൈക്രോഫോൺ നമുക്ക് അവൈലബിൾ ആണ്. സോ ഇതിൽ വരുന്ന വേറൊരു അടിപൊളി ഫീച്ചറാണ്, അതായത് ട്രാൻസ്മിറ്റർ ഓട്ടോ പവർ സേവിംഗ് മോഡ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ റിസീവറിൽ നിന്നും ട്രാൻസ്മിറ്ററിലേക്കുള്ള സിഗ്നൽസ് എപ്പോഴാണോ നിൽക്കുന്നത് ആ സമയത്ത് നമ്മൾ ട്രാൻസ്മിറ്റർ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഓട്ടോ പവർ സേവിംഗ് മോഡിലേക്ക് പോകും. അപ്പോൾ അതിൻ്റെ ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് പവർ കൺസംഷൻ ഉണ്ടാവില്ല, ബാറ്ററി ബാക്കപ്പ് നമുക്ക് ഒരുപാട് കിട്ടും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് റീചാർജ് ചെയ്തിട്ട് നമുക്ക് ഈ മൈക്ക് യൂസ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. എപ്പോഴാണോ നമ്മുടെ സിഗ്നൽസ് തിരിച്ച് ഡിറ്റക്ട് ആവുന്നത് ആ സമയത്ത് റെക്കോർഡിംഗ് ഓട്ടോമാറ്റിക്കലി തിരിച്ച് പഴയ പോലെ ആവുകയും ചെയ്യും. സോ നമ്മൾ നേരത്തെ ട്രാൻസ്മിറ്റർ ഓട്ടോ പവർ സേവിംഗ് മോഡ് കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമുക്ക് വേറൊരു ഫീച്ചർ കൊണ്ട് നമുക്കിതിനകത്ത് അവൈലബിൾ ആണ്, ഓട്ടോ പവർ ഓഫ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ട്രാൻസ്മിറ്ററും റിസീവറും ഇന്നാക്റ്റീവ് ആയിട്ടിരിക്കുന്ന സമയങ്ങളിൽ ഓട്ടോമാറ്റിക്കലി ഒരു 15 മിനിറ്റ്സിന് ശേഷം നമുക്ക് DJ Mimo എന്ന് പറഞ്ഞൊരു ആപ്പ് ഉണ്ട്. അപ്പോൾ ഈ ആപ്പിൽ നമ്മൾ ഈ ഫീച്ചർ എനേബിൾ ചെയ്ത് ഇടുകയാണെന്നുണ്ടെങ്കിൽ ട്രാൻസ്മിറ്ററും റിസീവറും എപ്പോഴാണോ ഇന്നാക്റ്റീവായിട്ടിരിക്കുന്നത് ഒരു 15 മിനിറ്റ്സിന് ശേഷം ഇത് ഓട്ടോമാറ്റിക്കലി ടേൺ ഓഫ് ആവും. അപ്പോൾ അതിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് പവർ കൺസപ്ഷൻ ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് ഒരുപാട് ബാറ്ററി ബാക്കപ്പ് നമുക്ക് ഇത് ത്രൂ കിട്ടുകയും ചെയ്യും. സോ അതുപോലെ തന്നെ നമുക്ക് എല്ലാ DJൻ്റെ ഓസ്മോ എക്കോസിസ്റ്റത്തിൽ നമുക്ക് ഡയറക്റ്റ് ബ്ലൂടൂത്ത് ത്രൂ കണക്ട് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള ഓഡിയോസ് നമുക്കിനകത്ത് റെക്കോർഡ് ചെയ്യാൻ പറ്റും, അപ് ടു 400 മീറ്റേഴ്സ് വരെ നമുക്ക്. അപ്പോൾ 400 മീറ്റേഴ്സ് എന്ന് പറയുന്നത് വളരെ നല്ല ലെങ്ത് ആയിട്ടുള്ള ഒരു ദൂരമാണ്. ശരിക്കും നമ്മൾ അത്രയും നമ്മൾ വീഡിയോ റെക്കോർഡ് ചെയ്യില്ല. ഇൻ കേസ് നമ്മൾ ഫ്യൂച്ചറിൽ എപ്പോഴെങ്കിലും നമുക്ക് അത്രയും ദൂരത്ത് നിന്ന് നമുക്ക് റെക്കോർഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പോലും 400 മീറ്റേഴ്സിൽ പോലും നമുക്ക് ഡിസ്റ്റൻസിൽ നമുക്ക് നിന്നുകൊണ്ട് വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള ഓഡിയോസ് നമുക്ക് ഇതിനകത്ത് റെക്കോർഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതൊരു വളരെ നല്ല ഫീച്ചറായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. സോ ഇതിനകത്ത് വേറൊരു നൈസ് ഫീച്ചറും കൂടെ നമ്മുടെ ഈ മൈക്രോഫോണിൽ വരുന്നുണ്ട്. നമ്മുടെ ഈ റിസീവറിൽ ചെറിയൊരു ഡയൽ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഡയൽ യൂസ് ചെയ്തിട്ട് 5 ലെവൽ ഓഫ് ഗെയിൻ അഡ്ജസ്റ്റ്മെൻറ്റ്സ് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഗെയിൻ എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടി പറയാം. അതായത് നമ്മളിപ്പോൾ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ചിലവർ വളരെ ശബ്ദം കുറച്ച് രീതിയിലായിരിക്കും സംസാരിക്കുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോൾ റെക്കോർഡിങ്ങിന് നമ്മുടെ ശബ്ദം കുറച്ചും കൂടെ ഹയർ ആയിട്ട് നമുക്ക് റെക്കോർഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ റിസീവറിലുള്ള ഡയൽ നമുക്ക് യൂസ് ചെയ്തിട്ട് നമുക്ക് കുറച്ചും കൂടെ ഹയറിൽ നമ്മുടെ വോളിയം നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം ഞാനൊന്ന്. സോ ഞാനിപ്പോൾ റെക്കോർഡിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ റിസീവറാണിത്, നമ്മുടെ ഫോണായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ റിസീവറിൻ്റെ ബോട്ടം സൈഡിലായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു ഓറഞ്ച് ഒരു ഇൻഡിക്കേറ്റർ കാണാൻ പറ്റും. അതുപോലെ നമ്മുടെ ഡയലിലും ഒരു ഓറഞ്ച് ഇൻഡിക്കേറ്റർ ഉണ്ട്. ഇതിപ്പോൾ ബേസിക് ലെവലിലായിരിക്കുന്നത്. അതൊരു ആവറേജ് ലെവലിലായിരിക്കും എൻ്റെ വോളിയം ഇപ്പോൾ റെക്കോർഡ് ആവുന്നുണ്ടാവുക. അപ്പോൾ ഞാൻ വളരെ കുറച്ചാണ്, അധികം ശബ്ദത്തിൽ ഞാൻ സംസാരിക്കുന്നില്ല. ഓക്കെ, അപ്പോൾ എനിക്ക് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടെ ഹയർ വോളിയത്തിൽ റെക്കോർഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഗെയിൻ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ ഞാൻ +6 ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ കുറച്ചും കൂടെ ഹയറിലായിരിക്കും എൻ്റെ വോയിസ് റെക്കോർഡ് ആവുന്നുണ്ടാവുക. കുറച്ചും കൂടെ ഹയറിൽ എനിക്ക് റെക്കോർഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് +12 വരെ എനിക്ക് മാക്സിമം എനിക്ക് ഇതിൻ്റെ ഗെയിൻ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതിന് പുറമെ ഞാനിപ്പോൾ ഭയങ്കര ഒച്ചത്തിൽ സംസാരിക്കുന്ന ഒരാളാണ്. പക്ഷേ എനിക്ക് വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോൾ വളരെ കുറഞ്ഞ രീതിയിൽ വോളിയത്തിൽ എനിക്ക് റെക്കോർഡ് ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ എനിക്ക് ഇതിനകത്ത് -6 മാറ്റാൻ പറ്റും. ഇതിപ്പോൾ -6 മാറിയിട്ടുണ്ട്. ഇനിയും കുറച്ചും കൂടെ ഭയങ്കര ഹയറിൽ ഞാൻ സംസാരിക്കുന്ന ഒരാളാണ്. കുറച്ചും കൂടെ ലോവറായിട്ട് എനിക്ക് ഓഡിയോ റെക്കോർഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ -12 വരെ എനിക്ക് ഇതിൻ്റെ ഗെയിൻ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. സോ അപ്പോൾ ഞാൻ ഡയറക്റ്റ് നമ്മുടെ ഫോണിലേക്ക് നമ്മുടെ മൈക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മുടെ DJ മൈക്കിൻ്റെ ഇൻപുട്ട് വരുന്നത്. ഓൾറെഡി നമ്മുടെ വീഡിയോയുടെ സ്റ്റാർട്ടിങ് മുതൽ നമ്മൾ ഷൂട്ട് ചെയ്തിരിക്കുന്നതൊക്കെ റെക്കോർഡിംഗ് ഒക്കെ ചെയ്തിരിക്കുന്നത് DJൻ്റെ മൈക്ക് യൂസ് ചെയ്തിട്ടാണ്. പക്ഷേ ഞാൻ കുറച്ചുകൂടെ അടുത്ത് കൊണ്ടുവന്ന് സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. ഓഡിയോ ഇൻപുട്ട് വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് നമുക്ക് റെക്കോർഡിങ് ചെയ്യുന്നുണ്ട് ഇതിനകത്ത്. അപ്പോൾ ആസ് എ ബിഗിനർ നിങ്ങൾ ഈ മൈക്രോഫോൺ എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വളരെ നല്ലൊരു മൈക്രോഫോണാണിത്. വളരെ ചെറിയ കോമ്പാക്ട് സൈസിലാണ് വരുന്നത്. 10 ഗ്രാം വെയിറ്റ് വരുന്നുള്ളൂ. പിന്നെ ബഡ്ജറ്റ് റേഞ്ച്
റേഞ്ചിലുള്ളൊരു മൈക്രോഫോൺ ആണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം ഇത്രയും ഫീച്ചേഴ്സ് വരുന്ന ഈ ഒരു സെഗ്മെൻറ്റിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം ബഡ്ജറ്റ് റേഞ്ചിലുള്ള ഒരു മൈക്രോഫോൺ ആണെന്ന് തന്നെ വേണം പറയാനായിട്ട്. പക്ഷേ നിങ്ങൾ ബഡ്ജറ്റ് കുറച്ചുകൂടെ സ്ട്രെച്ച് ചെയ്ത് എടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വളരെ നല്ലൊരു മൈക്രോഫോണാണിത്. സോ അറ്റ് ലാസ്റ്റ് ഏകദേശം എല്ലാ ഫീച്ചേഴ്സും നമ്മൾ കവർ ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ബൈ.